ഹായ് ഓൾ, ഡേ 17 ഓഫ് ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്നൈ ഡേ 3. അങ്ങനെ പതിവ് പോലെ ഇന്നും രാവിലെ കുളിച്ചൊരുങ്ങി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ക്ലയൻസിനെ കാണാൻ വേണ്ടി. സോ രാവിലെ തന്നെ ഓരോ ക്ലയൻസിനെ എടുത്തിട്ട് പോകാൻ തുടങ്ങി. ഈ ഒരു ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം ആൾക്ക് ചെറിയൊരു ഡിസേബിലിറ്റി ഉണ്ടെങ്കിലും ആൾ റാപ്പിഡോ ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്പെൻസർ പ്ലാസയുടെ ഫ്രണ്ടിലാണ്. ക്ലയൻറ്റിനെ കാണാൻ പോയപ്പോൾ കയറിയതാണ് സ്പെൻസർ പ്ലാസയിൽ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് ഇതോ അപ്പുറത്തെ ടേബിളിൽ ഇങ്ങനെ പ്രേമത്തിൻ്റെ ഓരോ ക്രിഞ്ച് കാണുന്നത്. എന്താല്ലേ. അങ്ങനെ ഗൈസ്, അവിടുന്ന് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിൽ അവിടുന്ന് നേരെ നമ്മൾ അടുത്ത മെട്രോ കയറുവാണ്. നമുക്ക് പോകാനുള്ള മെട്രോ ആണ് ഈ വരുന്നത്. നേരെ അടുത്ത ക്ലൈൻറ്റിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞാൻ മെട്രോ കയറി ഇറങ്ങിയതോ ഈ എസ്കലേറ്റർ കയറുമ്പോഴാണ് പണ്ട് മലയാളത്തിൽ പഠിച്ച ആകാശത്തിലേക്ക് ഒരു വടവെന്ന് പറഞ്ഞൊരു പാഠം ഓർമ്മ വന്നത്. ഇതെന്താ ആകാശത്തിലേക്ക് ഒരു എസ്കലേറ്ററോ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങി അടുത്ത ക്ലൈൻറ്റിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് നേരെ മെട്രോ പിടിച്ച് നമ്മൾ ക്ലൈൻറ്റിൻ്റെ അടുത്ത് ചെന്നു. അവിടുന്ന് അടുത്ത ക്ലൈൻറ്റിൻ്റെ അടുത്ത് പോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നേരെ റൂമിലെത്തി. ഇപ്പം ഞാൻ ചായ കുടിക്കാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ്, ന്യൂ ഇയറിൻ്റെ തിരക്ക് തുടങ്ങിയിട്ടോ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ന്യൂ ഇയർ കൂടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ കുറേ നേരം കാത്തു. അങ്ങനെ ന്യൂ ഇയറും ആഘോഷിച്ച് പടക്കവും പൊട്ടുന്നത് കണ്ടിട്ട് നല്ല പെരുമഴയും നനഞ്ഞ് അടുത്ത 2026 നമ്മൾ വെൽക്കം ചെയ്തിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബാക്കി നാളെ.